നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ചുള്ള നിർണായക ദിവസങ്ങൾ തന്നെയാണ്. ഓരോ ദിവസം ഇനി അങ്ങോട്ട് എന്താണ് പുറത്തു വരാൻ പോകുന്നത്, എന്ത് വെളിപ്പെടുത്തലാണ് പുറത്തു വരാൻ പോകുന്നത് എന്നൊക്കെ നോക്കിക്കാണുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ ഇപ്പോഴിതാ പുറത്തു വരുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. രഞ്ജിത്തിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുവാവിനെതിരെ ലൈംഗികാതിക്രമ കേസിലാണ് ഇത്തരമൊരു അന്വേഷണ സംഘത്തിൻ്റെ നീക്കം നടക്കുന്നത്. എന്തായാലും രഞ്ജിത്തിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിൽ നിന്ന് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുകയാണ്. 30 ദിവസത്തേക്കുള്ള മുൻകൂർ ജാമ്യമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. ഈ സമയത്ത് എന്തായാലും അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. അത് രഞ്ജിത്തിനെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. എന്തായാലും ലൈംഗിക പീഡന ആരോപണവും പരാതിയും അതിനെ തുടർന്നുണ്ടായ ബാക്കി അങ്ങോട്ടുള്ള ചോദ്യം ചെയ്യലും എല്ലാം തകൃതിയായിട്ട് നടക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നത് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നടന്മാർക്കെതിരെ അല്ലെങ്കിൽ സംവിധായകർക്കെതിരെ ഒക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പരാതികൾ ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ ഓരോ മലയാളികളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും പൊയ് മുഖങ്ങളാണ് അഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനൊക്കെ ശേഷം നിവിൻ പോളി വരെ ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുകയാണ്. നിവിൻ പോളിയുടെ കേസ് നിവിൻ പോളി വളരെ ശക്തമായി തന്നെ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. താൻ നിരപരാധി എന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും എന്നും നിവിൻ പോളി മാത്രമാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാവരും മുൻകൂർ ജാമ്യം എടുത്ത് സ്വയരക്ഷ നോക്കി ഇരിക്കുന്ന പോലെയാണ് നമ്മുടെ മലയാള സിനിമ നോക്കിക്കണ്ടത്. എന്തായാലും അതിനൊക്കെ ഒരു പ്രതിവിധി എണ്ണ വേണം. ഇനി അങ്ങോട്ട് എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുക എന്നറിയില്ല. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെട്ടലുകളും തിരുത്തലുകളും ഒന്നുമില്ലാതെ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. കോടതി സർക്കാരിനോട് ചോദിച്ചത് ഒരൊറ്റ ചോദ്യമാണ്: ഇത് കണ്ടിട്ട് എന്ത് നടപടിയെടുത്തു, അല്ലെങ്കിൽ ഇനി മുന്നോടിയായിട്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ച ഒരു കാര്യമാണ്. കാരണം അത്രയും ഏറെ സിനിമയുടെ പിന്നിൽ നടക്കുന്നു എന്നത് തന്നെയാണ് ഇതിന് വ്യക്തമാകുന്നത്. അപ്പോൾ അതിനൊക്കെ എതിരെ ഒരു പ്രതിവിധി വേണം. അതിനെന്ത് നടപടിയാണ് സർക്കാർ എടുക്കുന്നതെന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെട്ടലുകളും തിരുത്തലുകളും ഒന്നുമില്ലാതെ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ ആ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞു. എങ്കിൽ അവർക്ക് അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം രൂക്ഷമായ ഒരു പ്രതിസന്ധിയാണ് മലയാള സിനിമയുടെ പിന്നാമ്പുറ കാഴ്ചകൾ എന്നുള്ളത്. എന്തായാലും പവർ ഗ്രൂപ്പുകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയുടെ ഒരു ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ പലരും ഇതിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെ വമ്പന്മാരാരും അല്ലാതെ മെയിൻ സ്ട്രീം നടന്മാരാരും തന്നെ ആദ്യമൊന്നും വാ തുറന്നില്ല എന്ന് തന്നെ പറയാം. എന്തായാലും അതിനുശേഷം കൂട്ടരാജി, അമ്മയുടെ സംഘടനയുടെ കൂട്ടരാജി, ഇതെല്ലാം മലയാള സിനിമയെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. എന്തായാലും രഞ്ജിത്തിൻ്റെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൊരുത്തക്കേടുകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.